തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുത്തുവെന്ന പരാതി നിഷേധിച്ച് നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് പരാതി നൽകിയതിലുള്ള വൈരാഗ്യത്തിലാണ് തങ്ങൾക്കെതിരായ കേസെന്ന് കൃഷ്ണകുമാർ മകൾ ദിയ കൃഷ്ണയും പ്രതികരിച്ചു. QR കോഡ് ഉപയോഗിച്ച് 69 ലക്ഷം രൂപ തട്ടിയെടുത്തു. തട്ടിപ്പ് നടത്തിയവർക്ക് പോലീസ് സഹായം ലഭിച്ചിട്ടുണ്ട്. തട്ടിപ്പിന്റെ രേഖകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. നീതി ലഭിക്കുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അതേസമയം ജീവനക്കാരെ ജാതീയമായി അധിക്ഷേപിച്ചിട്ടില്ലെന്ന് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയെന്ന വാദം തെറ്റ്. രാഷ്ട്രീയപരമായി മറുപടി പറയുന്നില്ല. ആരും ഇതിന് പിന്നിലുണ്ടെന്നാണ് കരുതുന്നതെന്നും ഗൂഢാലോചന നടക്കുന്നുണ്ടാകാമെന്നും ദിയ കൃഷ്ണ പ്രതികരിച്ചു. എന്നാൽ ക്യാഷ് എനിക്ക് തന്നുവിട് എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് ക്യാഷ് തന്നിട്ടുണ്ട്. അതെൻ്റെ അമ്മയാണ് മേടിച്ചത് ഒരു പ്രാവശ്യം ലൈഫിൽ. അത് 2000 രൂപ കണ്ടാന്ന് തോന്നുന്നു. അതല്ലാതെ ഇവർ ഈ പറയുന്ന ഡെയിലി ഈവനിങ് ഉള്ളൊരു ക്യാഷ് വിഡ്രോയിലാണെങ്കിൽ ഇവർ ATM പോയി ക്യാഷ് എടുക്കണമല്ലോ. അല്ലാതെ ഇവർ എവിടെ നിന്ന് എനിക്ക് ക്യാഷ് തരും? കാരണം ഗൂഗിൾ പേയിൽ നിന്ന് ഇവർക്ക് ഫോണിൽ കൂടെ പേപ്പർ പ്രിൻ്റ് ആവില്ല. ഇവർ പോകുന്ന ATM ഏതാണ്, എല്ലാ ഈവനിങ്ങും ഇവരിൽ ആരാണ് ടേൺ എടുത്ത് വിഡ്രോ ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തെളിവും ATMലെ CCTV ഫുട്ടേജും ഇവരെനിക്ക് തരണം. പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് സമ്മതിക്കാം. പ്ലസ് എൻ്റെ അക്കൗണ്ടിൽ എല്ലാ ഈവനിങ്ങും ഇവർ ഈ തരുന്നത് എനിക്കൊരു കൂട്ടിച്ചേർത്ത് എൻ്റെ അക്കൗണ്ടിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ഇടണ്ടേ, എന്നാൽ അതിൻ്റെ തെളിവ് എല്ലാം ഇവർ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ജാതീയമായി അധിക്ഷേപിച്ചു, കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ അടക്കം നിർത്തി ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ട്? അവിടെ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കസ്റ്റമറിൻ്റെ മുന്നിൽ ഞാൻ ഇവരുടെ ജാതിയോ മതമോ പറഞ്ഞ് ഇവരെ ഞാൻ റോങ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിട്ട് ഇവർക്ക് അറിയാമെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളിൽ ഒരാൾ ആ കസ്റ്റമർ ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇതിലൊരു കസ്റ്റമർ ആയിരിക്കണം. ഒരാളെയെങ്കിലും ഇവർ കൊണ്ടുവരട്ടെ, എന്നിട്ടൊരു CCTV ഫുട്ടേജ് കാണിക്കട്ടെ. ഞാൻ അവിടെ നിന്ന് ഇവരുടെ ജാതി മതത്തിനെ പറ്റി മോശമായി പറഞ്ഞ്, ഇവരുടെ വീട്ടുകാരെ പറ്റി മോശമായി പറഞ്ഞ്, ഇവർ ഈ പറയുന്ന എല്ലാം കേൾക്കാൻ പാലോട്ടുമടം ചേരുകയാണ്. അഖിൽ, ഈ ഒരു ആരോപണത്തിന് മുന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട്. അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് കൃഷ്ണകുമാറും ദിയയും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായാണ് ദിയയുടെ OBY സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്ന ആ വലിയതുറ സ്വദേശികളായ 3 യുവതികൾ. ഇവരാണ് ദിയയുടെ ഈ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ, അതായത് QR കോഡിൽ തിരിമറി നടത്തി 69 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയെന്ന് കൃഷ്ണകുമാറും ദിയയും പരാതിയിൽ പറയുന്നത്. സ്ഥാപനത്തിലെ QR കോഡിൽ കൃത്രിമം നടത്തിയാണ് ജീവനക്കാർ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ചതെന്നും ഇതിന്റെ തെളിവുകൾ സഹിതമാണ് പോലീസിൽ ആദ്യഘട്ടത്തിൽ തന്നെ കൃഷ്ണകുമാർ പരാതി നൽകുമ്പോൾ പറഞ്ഞിരുന്നത്. എന്നാൽ ആ പരാതിക്ക് കൗണ്ടർ എന്ന നിലയ്ക്ക് വലിയതുറ സ്വദേശികളായ ഈ ജീവനക്കാർ തന്നെ ഈ പോലീസിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം കൃഷ്ണകുമാറിന്റെയും ദിയയുടെ ആരോപണം പൂർണ്ണമായും തള്ളിക്കൊണ്ടായിരുന്നു ഈ ജീവനക്കാരും രംഗത്ത് വരുന്നത്. നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം ദിയയാണ് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടത് എന്നതായിരുന്നു സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരിയായ വിനീതയുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. മറ്റൊരു ജീവനക്കാരിയുടെ പ്രതികരണം എന്ന് പറയുന്നത് ജാതിപരമായി അധിക്ഷേപിച്ചു എന്നൊരു പ്രതികരണം കൂടി നടത്തുന്ന ഒരു സ്ഥിതിവിഷയമുണ്ട്. പക്ഷേ അതേസമയം ജീവനക്കാരുടെ എല്ലാ ആരോപണങ്ങളുടെയും പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ദിയ നമ്മളോട് പ്രതികരണം നടത്തിയിട്ടുള്ളത്. QR കോഡ് മാറ്റിവെക്കാൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ദിയ മറുപടി പറയുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ 2 കൂട്ടരുടെയും പരാതി വിശദമായ അന്വേഷണം നടത്താനാണ് നിലവിൽ പോലീസ് തീരുമാനമെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അഖിൽ പാലോട്ടുമടമാണ് വിശദാംശങ്ങൾ നൽകിയത്.